നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിലേഷ് കെ, അമൃത ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിഭാഗം പ്രൊഫസറാണ്. ഇന്ന് മെയ് 5 ലോക ആസ്മ ദിനമാണ്. എന്താണ് ആസ്മ? ശ്വാസനാളത്തിൽ പല കാരണങ്ങളാൽ നീർക്കെട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ആസ്മ. പ്രധാനമായിട്ടുള്ള പ്രേരക ഘടകങ്ങൾ അഥവാ ട്രിഗേഴ്സ് വീട്ടിനുള്ളിലും പുറത്തുമുള്ള പൊടികൾ, അന്തരീക്ഷ മലിനീകരണം, അതോടൊപ്പം സ്മോക്കിംഗ്, ഇത് വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള പൊടികൾ, പൂമ്പൊടികൾ, ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻസ്, ഇതെല്ലാമാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതുകൂടാതെ അമിതമായ മാനസിക സമ്മർദ്ദം, അമിതമായ വ്യായാമം, ഇതെല്ലാം തന്നെ ആസ്മ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ്. പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതി എന്താണ്? ഇത് പ്രധാനമായിട്ടും ഇൻഹേലറുകൾ വഴിയാണ് ആസ്മയ്ക്കുള്ള ചികിത്സ നൽകുന്നത്. ശ്വാസനാളത്തിന് നീർക്കെട്ട് കുറയ്ക്കുവാനുള്ള കൺട്രോളർ ഇൻഹേലറുകളും അസുഖം മൂർച്ഛിക്കുമ്പോൾ കൊടുക്കാനുള്ള റെസ്ക്യൂ ഇൻഹേലറുകളുമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 2 മരുന്നുകളും കൂടി ഒറ്റ ഇൻഹേലറിലാണ് നമുക്ക് നൽകുന്നത്. ഇതുമൂലം ആസ്മ പൂർണ്ണമായും പരിധിയിൽ നിർത്തുവാൻ സഹായിക്കും. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ ഇൻഹേലർ ചികിത്സ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് ശ്വാസനാളത്തിൽ നേരിട്ട് മരുന്നുകൾ എത്തുന്ന വഴി സൈഡ് എഫക്റ്റ് കുറയ്ക്കുവാനും ഡോസ് കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുവാനും സഹായിക്കുന്നതാണ്. നിങ്ങളൊരു ആസ്മ രോഗിയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻഹേലർ ചികിത്സ കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. പൊടിപടലങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് പ്രേരക ഘടകങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. വൈറൽ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനുള്ള ഇൻഫ്ലുവൻസ വാക്സിനേഷനുകൾ എല്ലാ വർഷവും എടുക്കുക. ഇതെല്ലാമാണ് ഈ ആസ്മ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.